ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബോഗൻവില്ല പ്ലാന്റുകളൊക്കെ ഈ ഒരു മഴ സമയമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളൊന്ന് സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പം ഈ ഒരു സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാർഡ് പ്രൂണിങ് ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനെ സോഫ്റ്റ് പ്രൂണിങ് ആണ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുന്ന ഒരു വളപ്രയോഗമാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ പ്ലാന്റുകൾക്കൊക്കെ വളങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്ലാന്റിനും ഓരോ സൈസിലുള്ള വളങ്ങളാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അതായത് ചെറിയ പ്ലാന്റിന് അതിൻ്റേതായ വളർച്ചയ്ക്കനുസരിച്ചുള്ള വളപ്രയോഗങ്ങളും വലിയ പ്ലാന്റിന് അതിൻ്റേതായ വളർച്ചയ്ക്കനുസരിച്ചുള്ള വളപ്രയോഗങ്ങളുമാണ് കൊടുക്കാറുള്ളത്. അതായത് നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെ അളവിനകത്തും നല്ല രീതിയിലുള്ള വ്യത്യാസം കാണും. ചെറിയ പ്ലാന്റുകൾക്ക് കൊടുക്കുന്ന അളവിൽ കുറച്ച് തോതിലായിരിക്കും കൊടുക്കുന്നത്. എന്നാൽ വലിയ പ്ലാന്റിന് വലിയ തോതിൽ തന്നെ നമ്മൾ വളപ്രയോഗങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ NPK വളങ്ങളാണ്. അപ്പോൾ NPK വളങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പല റേഷ്യോയിലുള്ളത് കിട്ടും. ഓരോന്നിനും ഓരോ ഉപയോഗങ്ങളാണ്. അതായത് ചെറിയ പ്ലാന്റ് മുതൽ അത് വളർന്ന് പൂക്കളാകുന്ന ഘട്ടങ്ങൾ വരെ പല തരത്തിലുള്ള NPK വളങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ, അതായത് ബോഗൻവില്ല പ്ലാന്റുകൾ ഇവിടെ സോഫ്റ്റ് പ്രൂണിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആദ്യമായിട്ട് വേണ്ടുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലകൾ നല്ല രീതിയിൽ വളർന്നു വരിക. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ കുറച്ച് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ വേരോട്ടത്തിനുമൊക്കെ ആയിട്ടുള്ള ഒരു NPK വളമാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ വളപ്രയോഗങ്ങൾ ചെയ്യുമ്പോഴേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വളപ്രയോഗം ചെയ്യാൻ പോകുന്ന ഒരു ചെടിച്ചട്ടിയുടെ ചുവട് നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കി കൊടുക്കുക. അതായത് പഴയ ഇലകളൊക്കെ പൊഴിഞ്ഞും അതുപോലെ തന്നെ പൂക്കളൊക്കെ പൊഴിഞ്ഞും ഒക്കെ അതിൻ്റെ ചുവട്ടിൽ വീഴാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റുക എന്നതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് കേട്ടോ. അതിനുശേഷം ഈ ഒരു സമയത്ത് നമ്മൾ ഈ വേരുകൾ അടി കൂട്ടി നമ്മൾ മണ്ണ് ഇളക്കിയിട്ട് കൊടുക്കത്തില്ല. ഇതുപോലെ മേൽമണ്ണ് മാത്രമാണ് ഇളക്കിയിട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ മണ്ണൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ വേരുകളൊക്കെ അതിൻ്റെ പൊട്ടി വരും. അപ്പോൾ അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. ആ വേരുകളൊക്കെ നമ്മളൊന്ന് പറക്കി കളഞ്ഞാൽ മാത്രം മതി കേട്ടോ. വീണ്ടും നല്ല വേരുകളൊക്കെ വന്നോളൂ. അപ്പം എന്നാണ്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് NPK 20-20-20 എന്ന റേഷ്യോയിലുള്ള വളമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉപയോഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ NPK എന്നാൽ എന്താണെന്ന് മിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയാണ്. അത് 20-20-20 എന്ന ശതമാനം ഇതിനകത്ത് സൂചിപ്പിക്കുന്നത്. നൈട്രജൻ 20%, അതുപോലെ തന്നെ ഫോസ്ഫറസ് 20%, പൊട്ടാസ്യം 20% ഇതിലടങ്ങിയിരിക്കുന്നു എന്നാണ്. NPK വളങ്ങൾ പല റേഷ്യോയിലുള്ളത് കിട്ടാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കടകളിൽ പോകുമ്പോൾ ഓരോന്നിൻ്റെയും റേഷ്യോ പറഞ്ഞ് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ബോഗൻവില്ല പ്ലാന്റിൽ ഈ ഒരു ഘട്ടത്തിൽ നല്ല രീതിയിൽ വേരുകളൊക്കെ വരാനെ കൊണ്ടും അതുപോലെ തന്നെ ഇലകൾ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരാനെ കൊണ്ടുമാണ് കേട്ടോ ഈ ഒരു NPK വളം ഉപയോഗിക്കുന്നത്. അതായത് 20-20-20 എന്ന NPK വളം നമ്മുടെ ഈ ഇലകളൊക്കെ നല്ല രീതിയിൽ വളരാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതായത് NPK വളത്തിലെ നൈട്രജനാണ് സസ്യങ്ങളുടെ ഇലകളൊക്കെ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഫോസ്ഫറസ് പുതിയ മുകുളങ്ങൾ വരാനും വേരുകൾ വരാനും ഒക്കെ അതുപോലെ തന്നെ പൂക്കളൊക്കെ വരാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണ് കേട്ടോ. പൊട്ടാസ്യത്തിൻ്റെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. പൊട്ടാസ്യം നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ്. അപ്പം എന്താണ്ട് ഇതുപോലെ ഇതിൻ്റെ ചുവട് അതിൻ്റെ വേര് അടുത്തുള്ള ഭാഗത്തോട്ട്, അതായത് ആ ഒരു തണ്ടിനോട് ചേർന്നല്ലാതെ നമ്മളൊന്ന് മണ്ണ് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം എന്താണ്ട് ഇതുപോലെ ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂണ് എന്ന അളവിലാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഒരു ചെറിയ സ്പൂണിലേ എടുക്കാവേ, അതിൽ കൂടുതലൊന്നും എടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ നിന്നും കുറച്ച് മാറി നമ്മൾ ഇത് ഇങ്ങനെ വട്ടത്തിലൊന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ ഒരു വളപ്രയോഗം ചെയ്യുന്നതിലൂടെ തന്നെ നല്ല രീതിയിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകൾ വളർന്നു വരികയും അതുപോലെ തന്നെ ഈ ഒരു ചെടിക്ക് ഈ ഒരു സമയത്ത് നല്ല വേരോട്ടം ഉണ്ടാവുകയൊക്കെ ചെയ്യും. അതിലൂടെ തന്നെ നമ്മുടെ ആദ്യത്തെ ഒരു ഘട്ടം പൂർണ്ണമാവുകയാണ്. അതായത് നമ്മൾ സോഫ്റ്റ് പ്രൂണിങ് കഴിയുന്ന ഒരു ബോഗൻവില്ല പ്ലാന്റിന് ആദ്യത്തെ ഒരു ഘട്ടത്തിൽ വേണ്ടുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകളൊക്കെ വരികയും അതുപോലെ തന്നെ നല്ല വേരോട്ടം ഉണ്ടാവുകയും ചെയ്യുക എന്നതാണ്. അപ്പോൾ ഈ ഒരു NPK 20-20-20 എന്നുള്ള റേഷ്യോയിലുള്ള വളപ്രയോഗത്തിലൂടെ അത് സാധ്യമാകുന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു വളപ്രയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 ദിവസം കൂടിയിരിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ബോഗൻവില്ല പ്ലാന്റിൻ്റെയൊക്കെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണേ.
അപ്പം നിങ്ങൾ ഈ ഒരു പ്ലാന്റിന് ഈ ഒരു വളപ്രയോഗങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ച് വേണം കേട്ടോ ചെയ്യാനെ കൊണ്ട്. അപ്പം എന്താണ്ട് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെടിച്ചട്ടിയിൽ ഈ ഒരു സ്പൂണിൻ്റെ അളവിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലും ചെറിയ ചെടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതിനേക്കാട്ടിലും കുറച്ച് NPK വളങ്ങൾ മാത്രം അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് ഇതെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണേ.